Hi dear students, this is Sahil Razi from High GAG campus. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് CUT PG കുറിച്ചിട്ടും അതുപോലെ തന്നെ 2025 CUT PG ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ എങ്ങനെയാണ് നമുക്ക് CUT PG അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന രൂപത്തിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ CUT PG കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് CUT PG സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന രൂപത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഫുള്ളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് തന്നെ നമുക്ക് CUT PG എന്താണെന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ സെൻട്രൽ അതുപോലെ തന്നെ പ്രീമിയം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്കായിട്ട് ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് CUT PG. ഇതിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസുകൾ സെൻട്രൽ സ്റ്റേറ്റ് അല്ലാതെ ടീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസുകൾ അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുകളും കൂടി എന്തുണ്ട് നമ്മളിപ്പോൾ CUT PGയുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെൻട്രൽ സ്റ്റേറ്റ് ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കായിട്ടുള്ള ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് CUT PG എന്ന് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ നമ്മൾ CUT PGയുടെ നോട്ടിഫിക്കേഷൻ ജനുവരി 1 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ, കീ ആയിട്ടുള്ള ഡേറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ നമുക്ക് 1/2/2025 ഫെബ്രുവരി 1 അവസാന തീയതിയായിട്ട് വന്നിരിക്കുന്നത് CUT PG. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, CUT PGക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസുകൾ അവർ ചോദിക്കുന്നുണ്ട്. അതിലേറ്റവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെ ഇൻഫോർമേഷൻസുകളാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ്, കീ ആയിട്ട് വരുന്ന ഇൻഫോർമേഷൻസുകളിൽ മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫെബ്രുവരി 3 മുതൽ 5 വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്തിരുന്നുണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഇതിൽ കൊടുക്കാത്തൊരു ഡേറ്റും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ട്, ഫെബ്രുവരി 2. അതോ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞു നമുക്ക് ഫീ പേയ്മെൻറ്റ്സുകൾ മാത്രം പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരി 2 എന്ത് ചെയ്യാം, ഫീ പേയ്മെൻറ്റ് മാത്രം ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല, ഓൺലി ഫീ പേയ്മെൻറ്റ്സുകൾ മാത്രം. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ഫീ പേയ്മെൻറ്റ്സുകൾ മാത്രം പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫെബ്രുവരി 2025 കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ആസ് ഓഫ് നൗ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് മാർച്ച് 13 മുതൽ മാർച്ച് 31 വരെയുള്ള ഡേറ്റുകളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, എൻട്രൻസ് ഡേറ്റ്സുകൾ തന്നിരിക്കുന്നത്. ഇത് സിമിലർ ടു ലാസ്റ്റ് ഇയർ തന്നെയാണ്. ലാസ്റ്റ് ഇയർ മാർച്ച് 11 to 28 ആയിരുന്നു, ഈ വർഷം മാർച്ച് 13 മുതൽ 31 വരെ. അപ്പോൾ ഈ വർഷം ഫൈനൽ ഇയർ ആയിട്ട് UG ഫൈനൽ ഇയർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ സെമസ്റ്റർ എക്സാം ഉള്ളതുകൊണ്ട് നമ്മൾ CUT PG മാറ്റിവെക്കും എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പറേഷൻസുകൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം CUT PG മാറ്റിവെക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻസുകളും കാണുന്നില്ല, ലാസ്റ്റ് ഇയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നിങ്ങൾ ഇപ്പോൾ ഈ വർഷം എങ്ങനെയാണോ നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്യാൻ അല്ല PG ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം UG കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസുകളും ഓൺ ഗോയിങ് പോവുക. അതുപോലെ തന്നെ നമ്മുടെ എലിജിബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ CUT PG 2025 CUT അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ CUT എഴുതാൻ വേണ്ടിക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി PG ക്ലാസ്, എനി ഏജ് ലിമിറ്റ്, ഒരു ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് അഥവാ നമ്മുടെ CUT PG എഴുതി കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട്സുകൾ വന്നു, പിന്നെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികളിലേക്ക് നോക്കുന്ന സമയത്ത് അതാത് യൂണിവേഴ്സിറ്റിക്ക് അവരവരുടേതായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവും, അതിൽ ഏജ് ഉണ്ടാവും, അതുപോലെ തന്നെ കോഴ്സുകളുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ അതാത് യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 രീതിയിലുള്ള വ്യത്യസ്ത രജിസ്ട്രേഷൻ ഫീസോട് കൂടെയാണ് നമ്മുടെ CUT PG അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനറൽ 1400, അതുപോലെ തന്നെ OBC NCH EWS ഈ കാറ്റഗറിക്ക് 1200 രൂപ 1200, അതുപോലെ തന്നെ SC ST, അതുപോലെ തന്നെ തേർഡ് ജെൻഡർ 1100, അതുപോലെ തന്നെ PWBD അഥവാ ഡിസേബിലിറ്റി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 1000 റുപ്പീസ്. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് കംപ്ലീറ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് 2 പേപ്പേഴ്സ് വരെ നമുക്ക് ഈ ഒരു ഫീസോട് തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സൈക്കോളജി ആണ് PG ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി കോഡ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് കൂടെ നിങ്ങൾക്ക് വ്യത്യസ്ത അനദർ പ്രോഗ്രാംസോ വുമൻ സ്റ്റഡീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസോ അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ നിങ്ങൾക്ക് MPO ഇങ്ങനെയുള്ള വ്യത്യസ്ത ഏതെങ്കിലും ഒരു പ്രോഗ്രാമും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സെയിം ഫീസോ
ഇതോടെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻസ് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പക്ഷേ എൻട്രൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് 2 എൻട്രൻസ് തന്നെ എഴുതേണ്ടി വരും. ആപ്ലിക്കേഷൻ ഫീ വരുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഫീസ് കാര്യങ്ങളൊന്നും ഈ 2 കോഴ്സുകൾക്ക് വേണ്ട. ഇനി നമുക്ക് മൂന്നാമതൊരു കോഴ്സും കൂടി നോക്കണം. നമ്മൾ സൈക്കോളജി ചൂസ് ചെയ്തു, MBA ചൂസ് ചെയ്തു, ഇനി നമുക്ക് MSW കൂടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 700 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ പീപ്പിൾ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 600 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ പേപ്പേഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അഥവാ നിങ്ങൾ ഒരു പേപ്പർ, നിങ്ങളിപ്പോൾ സപ്പോസ് സൈക്കോളജി മാത്രമാണ് ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 1400, 1200, 1100, 1000 ഇങ്ങനെയുള്ള ഫീസ് തന്നെ എന്തായാലും പേ ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ സപ്പോസ് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് NRI സ്റ്റാറ്റസ് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് വരുന്നുണ്ടാവുക ഫോർ ആപ്ലിക്കേഷൻ 7000 അതുപോലെ തന്നെ 3500 ആണ് അഡീഷണൽ പേപ്പേഴ്സ് നിങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഫീസ് കാറ്റഗറി വരുന്നത്. എന്താ നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സൈക്കോളജി എൻട്രൻസ് എക്സാംസുകളിൽ നമ്മുടെ കോഡ് അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് പറയാനുള്ളത്, നമ്മുടെ സൈക്കോളജിയുടെ കോഡ് വരുന്നത് HUQP20. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നമ്മൾ ഏത് എൻട്രൻസിനാണോ ചോദിക്കുന്നുണ്ടാവും കോഡ് ഏതാണെന്നുള്ളത്. അപ്പോൾ സൈക്കോളജി ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് HUQP20. ഈ കൊടുത്തിരിക്കുന്ന കോഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സൈക്കോളജിയുടെ കേസസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിനാണ് എന്നെ അഡീഷണൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് കൃത്യമായിട്ട് അവരുടെ ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കോഡ് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ CUT അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ CUT എൻട്രൻസ് എക്സാമിന് നമുക്ക് 105 മിനിറ്റ് ഉണ്ടായിരുന്നു. 105 മിനിറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ CUT എക്സാമിന്. പക്ഷെ നമുക്ക് ഈ വർഷം നമുക്ക് ആകെ 90 മിനിറ്റാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. 90 മിനിറ്റ്. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് വരുന്നത് സെയിം ആണ്. 75 ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വർഷം 90 മിനിറ്റ്സ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമിൻ്റെ ലിമിറ്റ്സുകൾ ഇനിയും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസുകൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ CUT PG പ്രിപ്പറേഷൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ 75 ക്വസ്റ്റ്യൻസുകളും എല്ലാം നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസുകളായിരിക്കും. നമുക്ക് ജനറൽ ആയിട്ടുള്ള യാതൊരു തരം ക്വസ്റ്റ്യൻസുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എല്ലാം നമ്മുടെ കറക്റ്റ് നമ്മുടെ സൈക്കോളജിയിൽ നിന്ന് അവർ കൃത്യമായിട്ടുള്ള സിലബസുകളുടെ ടോപ്പിക്സുകൾ തന്നിട്ടുണ്ട്. ആ ടോപ്പിക്സുകളുടെ എല്ലാ ഏരിയയിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരിക. ഈ കാണുന്ന 13 സബ്ജക്റ്റിൽ നിന്നായിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ വരിക. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ഈ സിലബസുകൾ ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ വേണം നമ്മൾ CUT PG ആപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് CUT അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഫോട്ടോഗ്രാഫാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ കേസിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ബെറ്റർ വേർഷൻ. അപ്പോൾ ബിക്കോസ് നിങ്ങളുടെ ലേറ്റർ ഓൺ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള നിങ്ങളുടെ എല്ലാ അഡ്മിഷൻ പ്രൊസീഡിങ്സിനും നിങ്ങൾ ID കാർഡ് ഇൻക്ലൂഡിങ് എല്ലാത്തിനും ഈ സെയിം ഫോട്ടോ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ലേറ്റർ ഓൺ പല യൂണിവേഴ്സിറ്റിയിലെയും സർട്ടിഫിക്കറ്റിലും ഇതേ ഫോട്ടോഗ്രാഫായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഏറ്റവും പുതിയൊരു വേർഷൻ ഓഫ് ഫോട്ടോ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൊടുക്കേണ്ട ലിമിറ്റ്, സൈസ് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ സിഗ്നേച്ചറാണ്. നമ്മുടെ ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുകയോ ചെയ്തതിന് ശേഷം അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെയും ഒരു സൈസ് ബെയറിങ്സുകളുണ്ട്, ഇത്ര KB മുതൽ ഇത്ര KB എന്നുള്ളത് അതൊന്നും നമ്മൾ പറഞ്ഞുതരാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി വരിക കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിശ്ചയമായിട്ടുള്ള കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റോട് കൂടെ തന്നെയായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറി എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ OBC എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ സീറ്റ് അഡ്മിഷൻ അലോട്ട്മെൻറ്റും കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ കാറ്റഗറിയിൽ നിങ്ങൾ ലേബൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ലേറ്റർ ഓൺ അഡ്മിഷൻ പീരീഡ് സമയത്ത് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ തന്നെ കയ്യിൽ വെക്കുക. ദെൻ നമുക്ക്
പ്രധാനമായിട്ടും നമുക്ക് JPEG ഫോർമാറ്റുകളാണ് ഫോട്ടോ സൈനും പറ്റുന്നുണ്ടാവുക. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് PDF ഫോർമാറ്റുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കേസുകളിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് വേണ്ടതെന്നുള്ളതിലുള്ളത്. സപ്പോസ് നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണ് പെട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഫോട്ടോ സൈനും മാത്രമേ വേണ്ടി വരുള്ളൂ. നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനുണ്ടാവില്ല. ബാക്കി പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള അക്കാഡമിക്സ് ഇൻഫോർമേഷൻസുകൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ആവശ്യകതയില്ല. അവിടെ നമുക്ക് സ്കോഴ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉണ്ടാവുക. സോ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് സ്കോർ കിട്ടിയത് അതിൻ്റെ ഇൻഫോർമേഷൻസുകൾ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. ലേറ്ററും ഈ സെയിം ഇൻഫോർമേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻസുകൾ നമ്മുടെ സപ്പോസ് നമ്മുടെ എക്സാംസുകൾ കഴിഞ്ഞ് നമുക്ക് നല്ല സ്കോർ കിട്ടി നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സ്കോഴ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് എൻ്റർ ചെയ്യാനുള്ളത്. അത് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കിയിട്ട് തന്നെ പഠിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ CET അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ഏജൻസികളൊന്നും അവരൊന്നും സഹായങ്ങൾ കൂടാതെ നമുക്ക് തന്നെ സെൽഫായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രൊസീഡിങ്സും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്സുള്ള അല്ലെങ്കിൽ PC ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് സപ്പോസ് ലാപ്പോ കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രൊസീഡിങ്സുകളും പ്രൊസീജിയേഴ്സുകളും മാത്രമാണുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ അപ്ലിക്കേഷൻസിൽ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻസിൽ എപ്പോഴും മിസ്റ്റേക്കുകൾ കൂടാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ, നിങ്ങളുടെ കറക്റ്റ് ഇൻഫോർമേഷൻസുകൾ തരുന്ന ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അതിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസുകൾ എല്ലാം കംപ്ലീറ്റ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ ശ്രമിക്കുക. കറക്ഷൻ വിൻഡോയിലെ സമയത്ത് മിസ്റ്റേക്സുകൾ മാറ്റാനോ പിടിക്കാനോ നിൽക്കുന്നതിന് പകരം എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ CUETയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. CUET 2025ൻ്റെ വെബ്സൈറ്റ് ഇതാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വർഷം ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിങ്ങനെ വെബ്സൈറ്റിൽ നിന്ന് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗൺലോഡ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഇറ്റ്സ് വെരി ക്രൂഷ്യൽ സംഗതിയാണ്. കാരണം നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസുകളും ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റിനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സാംസുകൾ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ക്ലിയർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യണം, CUET എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും കൂടെ ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ ഇൻക്ലൂഡിങ് സ്ക്രീൻഷോട്ട്സുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സെഷനിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റിനും കൂടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്താണ് അവിടെ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസുകളും അവർ തരുന്നുണ്ട്. അതിന് നമുക്ക് എവിടെയാണ് നമ്മൾ പോർട്ടൽ ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ പോർട്ടലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇതുപോലുള്ള പോർട്ടലിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ആൻഡ് ന്യൂ യൂസർ എന്നുള്ളത്, അല്ലെങ്കിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ ഇതെന്നുള്ളതാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ടാവും. ഇതുപോലുള്ള വിൻഡോ ആണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാ ഇൻഫോർമേഷൻസുകളും അവർ വീണ്ടും നമുക്ക് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് ആദ്യം ചോദിക്കുന്നുണ്ടാവുക നിങ്ങൾ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ഡൗൺലോഡ് ലിങ്ക് തരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ഇൻഫോർമേഷൻസുകളും ക്ലിയർ ആയിട്ട് ഒന്നും കൂടി വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്, കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ഫീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം വായിച്ചതിന് ശേഷം ഐ ഹാവ് അഗ്രീഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും നെക്സ്റ്റ് ഈ ഒരു യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അടുത്തൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഒരു പുതിയൊരു രജിസ്ട്രേഷൻ തുടങ്ങാൻ വേണ്ടി ഇതുപോലുള്ള സെറ്റപ്പ് ആയിരുന്നില്ല. നമ്മുടെ ഡീറ്റെയിൽസുകൾ നമ്മൾക്ക് തന്നെ സ്വയം സെൽഫായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷനായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ അതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമുക്കൊന്നെങ്കിൽ നമ്മൾ ഡിജി ലോക്കർ ID വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പർ വെച്ചിട്ട്
ഈ ഒരു രീതിയിലാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകളിൽ. ഇല്ലെങ്കിൽ നമുക്ക് പാൻ കാർഡ് അല്ലെങ്കിൽ ABC കാർഡ് നമ്പർ, അത് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ സമയത്തുകളൊക്കെ പല യൂണിവേഴ്സിറ്റികൾക്കും കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു നമ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള 3-4 ഓപ്ഷൻസ് ത്രൂ ആണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിൽ നമുക്ക് ഇവിടെ ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ വെച്ചിട്ട്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും എല്ലാ സ്റ്റുഡൻസിനും ആധാർ കാർഡ് ഉണ്ടാവും. അപ്പോൾ ആധാർ കാർഡ് നമ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡിങ്സിൽ കൊടുക്കുക. ഇവിടെ നമ്മുടെ എന്താണ് നമ്മുടെ ആധാർ കാർഡ് നമ്പർ വരുന്നത്, ആ ആധാർ കാർഡ് നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ അതിൽ ആധാർ കാർഡിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ ആക്യുറേറ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം അത് ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. അത് നമുക്ക് ലേറ്റർ ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ നമ്മുടെ തന്നെ കൂട്ടത്തിലൊരു ടീമിൻ്റെ മെമ്പറായിട്ടുള്ള ഒരാളുടെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ള സ്റ്റെപ്സുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഒരു OTP വരും. ആ ആധാർ കാർഡ് ഏത് നമ്പറായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിലേക്ക് OTP വന്നതിന് ശേഷം ആ OTP എൻ്റർ അടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റിലേക്ക് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ, നമ്മുടെ നെയിം, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ബാക്കിയുള്ള സംഗതികൾ എല്ലാ ഇൻഫോർമേഷൻസുകളും ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. അതിനുശേഷം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസുകൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിലുള്ളത്, നമ്മൾ 10th സർട്ടിഫിക്കറ്റ്സുകളിലുള്ളത് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ സർട്ടിഫിക്കേഷൻസുകളിലുള്ളത്, അതിന് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ SSLC ബുക്കാണ് ഏറ്റവും റെഫർ ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ SSLC ബുക്കിൻ്റെ കറക്റ്റ് ഇൻഫോർമേഷൻസുകൾ അത് നോക്കിയതിന് ശേഷം ഓരോ ഇൻഫോർമേഷൻസുകളും കൃത്യമായിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓരോ ഇൻഫോർമേഷൻസുകൾ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ലാസ്റ്റിലേക്ക് വീണ്ടും നമ്മൾ അഗ്രി നമ്മുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അഡ്രസ്സ്. നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അതുപോലെ തന്നെ അതല്ല നിങ്ങൾ പെർമനൻറ്റും പ്രസൻറ്റും സെയിം അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതിയാവും. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇൻഫോർമേഷൻസുകൾ വളരെ റഫായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ വീഡിയോൻ്റെ പർപ്പസ് ായിക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ഇൻഫോർമേഷൻസുകൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ആപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസുകൾ വളരെ കൃത്യമായിട്ട് എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ തന്നെ കൊടുക്കുക. നമ്മൾ കറക്ഷൻ വിൻഡോയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസുകൾ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ തന്നെ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എല്ലാ ഇൻഫോർമേഷൻസുകളും ഒന്ന് വാലിഡേറ്റ് ചെയ്യുക. നിങ്ങൾ അക്ഷയയിലോ പോലത്തെ സെൻറ്ററുകളിലാണ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സുകളും അവർ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസുകളും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അതുപോലെ നമ്മളിനി പാരൻസിൻ്റെ നെയിം, പാരൻസിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ കൊടുക്കുമ്പോഴും ആക്യുറസി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ള കറക്റ്റ് നെയിം തന്നെയാണോ, അവരുടെ സ്പെല്ലിംഗ് ഒക്കെ നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ളത് പോലെ തന്നെയാണോ നിങ്ങൾ ഒറിജിനൽ എപ്പോഴും എഴുതുന്നത് എന്നുള്ളതിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ടൈപ്പും കൂടി ചോദിക്കുന്നുണ്ട്. അതിൽ ഇനി അതർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആധാർ കാർഡ് നമ്പർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ല നിങ്ങൾക്ക് അതിൽ പറയുന്ന പോലെ തന്നെ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെ കൊടുത്താൽ മതിയാവും. എന്നിട്ട് വീണ്ടും നമ്മുടെ ആധാർ കാർഡ് നമ്പർ തന്നെ എൻ്റർ ചെയ്താൽ മതി. ഇവിടെ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമായിട്ടും അഡ്രസ്സിൻ്റെ വീടിൻ്റെ പേര്, അതുപോലെ തന്നെ നമ്മുടെ ലൊക്കാലിറ്റി, അതിൻ്റെ ഡീറ്റെയിൽസുകൾ, നമ്മുടെ പിൻ നമ്പർ, കറക്റ്റ് കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ നമുക്കിവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണലായിട്ട് നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസുകളും ഈ ഇമെയിൽ ത്രൂ ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഇമെയിൽ ഐഡിക്ക് ഇമ്പോർട്ടൻസുകളുണ്ട്. നിങ്ങൾ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ തന്നെ കൊടുക്കുക. ഇവിടെ എല്ലാം നിങ്ങളുടെ പാരൻസിന് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങളെ കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ അഥവാ OTP കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തുള്ള നിങ്ങളുടെ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് നമ്പറായിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ ആരുടെയെങ്കിലും കോൺടാക്ട് നമ്പർ കൊടുത്താൽ മതിയോ. ഈ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ്സും സെയിം എന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ഡീറ്റെയിൽസുകളും വരും. അതുപോലെ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് വേറെ,
പെർമനൻറ്റ് അഡ്രസ്സ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ടിക്കുകൾ മാറ്റിയിട്ട് നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സിൻ്റെ ഇൻഫോർമേഷൻസുകൾ രണ്ടും കൊടുക്കാവുന്നതാണ്. ദെൻ നമ്മൾ പാസ്വേഡ്, അടുത്ത സെക്ഷനാണ് പാസ്വേഡ് ക്രിയേഷൻ. നമ്മുടെ ഈ ഒരു പാസ്വേഡ് ആയിരിക്കും നമ്മുടെ കംപ്ലീറ്റ് CET-PGയുടെ CET-യുടെ ഓപ്ഷൻസുകളിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഈ യൂസർ നെയിം അതായത് ഈ ഒരു പാസ്വേഡ് നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാകുന്ന പാസ്വേഡ് തന്നെ കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ പേര്, അതിൻ്റെ കൂടെ പ്രധാനമായിട്ടും ഈ പാസ്വേഡ് ക്രിയേഷനിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, അതുപോലെ തന്നെ ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, അതുപോലെ തന്നെ നമ്പർ വേണം. ഇങ്ങനെ 4 കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ആണ്. സപ്പോസ് ഇത് ഇവിടെ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് sahel@123. അതുപോലെ നിങ്ങളുടെ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കണക്ട് ചെയ്യുന്ന പറ്റുന്ന ഒരു കോൺടാക്ട് ഏതെങ്കിലും ഒരു നമ്പർ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസുകൾ ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. അത് ഏതാവും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എപ്പോഴും ഓർമ്മയുള്ള തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ OTP ചോദിക്കുന്നുണ്ടാകും. OTP എൻ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഇതുപോലെ എല്ലാത്തിനും ഒരു ടിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻഫോർമേഷൻസുകളൊക്കെ ഇവരുടെ അൽഗോരിതം പ്രകാരം കറക്റ്റാണ് എന്നുള്ളതാണ്. അഥവാ ഏതെങ്കിലും തെറ്റാണ് അല്ലെങ്കിൽ റെഡ് സിമ്പിൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻസുകൾ തെറ്റാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വാലിഡേറ്റ് ചെയ്യാൻ അവർ തരുന്നുണ്ടാവും. നമ്മുടെ കാൻഡിഡേറ്റ് നെയിം കറക്റ്റാണോ, അതുപോലെ തന്നെ ഫാദർ നെയിം കറക്റ്റാണോ, മദർ നെയിം കറക്റ്റാണോ, ജെൻഡർ കറക്റ്റാണോ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണോ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കറക്റ്റാണോ, ഇമെയിൽ ID കറക്റ്റാണോ, അതുപോലെ നമ്മുടെ അഡ്രസ്സ് കറക്റ്റാണോ എന്നുള്ളത് കൂടി ഒന്നും കൂടി അവർ വാലിഡേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ I agree കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കൺഫേം ആൻഡ് സെൻഡ് OTP എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു OTP റിസീവ് ചെയ്യുന്നുണ്ടാവും. ആ OTP റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം പ്രൊസീഡിങ്സിൽ ആപ്ലിക്കേഷൻസിൽ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ്, ഒരു ആപ്ലിക്കേഷൻ്റെ ബിഗിനിങ് സ്റ്റേജ് നമുക്ക് ആവുന്നുണ്ടാവും. നമുക്ക് ആ OTP അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ സെക്യൂരിറ്റി കോഡും കൂടി നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളെ മെയിൽ ID-യിലേക്കായിരിക്കും നമ്മുടെ OTP വരുന്നുണ്ടാവുക. അപ്പോൾ ഫോൺ നമ്പറിലേക്കല്ല, മെയിൽ ID-യിലേക്കാണ് OTP വരുന്നുണ്ടാവുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന മെയിൽ ID വേണം അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പാരൻസിൻ്റെ കൊടുക്കുന്നതിനാളും നിങ്ങൾക്ക് പേഴ്സണൽ മെയിൽ ID ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ആ മെയിൽ ID തന്നെ നിങ്ങൾക്ക് റെസ്റ്റ് ഓഫ് ദി അഡ്മിഷൻ സമയത്ത് നമുക്ക് ഈ മെയിൽ ID തന്നെ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൽ ID-യിലേക്ക് അവരുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അവർ മെയിലായിട്ട് അയക്കുന്നുണ്ടാവും. ആ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാസ്വേഡും വെച്ചിട്ടാണ് നമുക്കിനി റെസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തതിന് ശേഷം നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ മെയിലായിട്ട് വന്നിട്ടുണ്ടോ, ആ ആപ്ലിക്കേഷൻ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത OTP കൊടുക്കുന്നു. ഇതാണ് നമുക്ക് വീണ്ടും ഈ ഒരു പേജ് വന്നു. നമ്മൾ ഈ പേജിന് ശേഷം നമ്മൾ വീണ്ടും ന്യൂ കാൻഡിഡേറ്റ് അല്ല നമ്മുടെ ലോഗിൻ പേജിലേക്ക് നമ്മൾ മെയിലായിട്ട് വന്ന ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്ന പാസ്വേഡ് കൊടുത്തതിന് ശേഷം OTP കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു ഡാഷ്ബോർഡ് അഥവാ CET-PGയുടെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഓരോ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് കാണാം. ഇതിനാ നേരത്തെ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓരോ സ്റ്റേജുകളും ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ തെറ്റ് ശരി എന്നൊക്കെ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്മളെല്ലാവരും ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പേജിലേക്ക് എത്തുക. അതിനുശേഷം നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് ഉള്ളതെന്നുള്ളത് നോക്കാം. അത് തന്നെ നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസുകളാണ് നമ്മൾ ആക്യുറേറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസുകൾ, അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടോ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ് ടൈമിൽ തന്നെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ട് വരും. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ, നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ പ്രോസസ്സിൽ കൊടുത്തിട്ടുണ്ട്. ആ സെയിം കൈൻഡ് ഓഫ് ഡീറ്റെയിൽസുകൾ തന്നെ ഇവിടെ ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. അതുകൂടാതെ അവർ ചോദിക്കുന്ന കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും കൂടി ഉണ്ട്. അതിന് ശേഷം
അതും കൂടി കൊടുത്തതിന് ശേഷം ഒതർ കോട്ട കാറ്റഗറി, നമ്മുടെ ഏതെങ്കിലും കാറ്റഗറിയിൽ ഒതർ കോട്ട കാറ്റഗറി, നമ്മുടെ റിസർവേഷൻ കാറ്റഗറി അല്ല, OBC അല്ലെങ്കിൽ ജനറൽ എന്നുള്ള രൂപത്തിലുള്ള നമുക്ക് വേറെ ഏതെങ്കിലും കാറ്റഗറി, ഇപ്പോൾ നമ്മൾ കശ്മീരി മൈഗ്രൻ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ NSSലോ NCCയിലോ ഉണ്ടോ, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസുകളാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അത് ഓരോന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് പോവാം. ദെൻ നമുക്ക് എക്സാം സെൻറ്റർ ഡീറ്റെയിൽസുകൾ, നമുക്ക് ഏത് സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ എക്സാംസുകൾ എഴുതേണ്ടത് എന്നുള്ള സെലക്ഷൻ പ്രോസസ്സാണ് അവിടെ വരുന്നത്. ദെൻ നമുക്ക് ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽസുകൾ, നമുക്ക് ഏതൊക്കെ ടെസ്റ്റ് പേപ്പറുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ കൊടുക്കേണ്ടത്, അത് നമുക്ക് ഒരെണ്ണം മാത്രം മതിയോ അല്ലെങ്കിൽ 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസുകൾ, ഇവിടെയാണ് നമ്മുടെ 10th 12th അതുപോലെ തന്നെ ഡിഗ്രി. നമ്മൾ ഡിഗ്രി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നെങ്കിൽ നമുക്ക് അപ്പിയറിംഗ് കൊടുത്താൽ മതിയോ. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രിയുടെ കംപ്ലീറ്റ് മാർക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 10th-ൻ്റെയോ 12th-ൻ്റെയോ ഡിഗ്രിയുടെയോ നമുക്ക് സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാർക്സിൻ്റെ ഡീറ്റെയിൽസുകൾ, നിങ്ങൾക്ക് ആരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ കയ്യിലില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസുകൾ കയ്യിലുണ്ടായാലും മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ്, നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സുകളാണ് വേണ്ടത്. അതിലൊന്ന് ഫോട്ടോ, സൈൻ, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കാറ്റഗറിയിൽ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സുകൾ, അതുപോലെ ഫൈനൽ സബ്മിറ്റ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ സബ്മിഷനിലാണ് നമ്മൾ ഫീസ് പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫീസ് പേയ്മെൻറ്റിൽ തന്നെ നമുക്ക് UPI ഓപ്ഷൻസുകളുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, കാർഡ്സുകളുണ്ട്. അത് ഡെബിറ്റ് കാർഡ് ആവാം, ക്രെഡിറ്റ് കാർഡ് ആവും, ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് പേയ്മെൻറ്റ്സ് ഓപ്ഷൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏജൻസികളോ കാര്യങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ഏത് ആപ്ലിക്കേഷനിൽ കൂടിയും നമുക്ക് പേയ്മെൻറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഓരോന്നിനും എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നോക്കാം. അതിൽ തന്നെ നമുക്ക് കോൺടാക്റ്റ് ഇൻഫോർമേഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസുകൾ ഓട്ടോ ജനറേറ്റ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ നേരത്തെ ലോഗിൻ ചെയ്യാൻ അഥവാ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളല്ല ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന 2 തന്നെയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൺസ് ഒരു നമ്പറിൽ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ, ഒരു ഇമെയിൽ ID അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ്, ഈ 3 എണ്ണത്തിൽ ഒരു വട്ടം നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തുണ്ടാവില്ല. ഒരു വട്ടേ ഒരു രജിസ്ട്രേഷൻ, ഒരു മെയിൽ ID, ഫോൺ നമ്പർ, ആധാർ കാർഡ് നമ്പർ, ഇത് വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ വൺസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പാസ്വേഡ് കാര്യങ്ങളൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോർഗട്ട് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വേണം നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യാൻ. അതല്ലാതെ വീണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തുണ്ടാവില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇത്രയും ഡീറ്റെയിൽസുകൾ നമ്മൾ ഓൾറെഡി അടിച്ചുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണോ അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ദെൻ നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളാണ്. ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകളാണ് അവർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ 10th സർട്ടിഫിക്കറ്റ്സുകളിൽ എന്തൊക്കെയാണോ ഉള്ളത് ആ സെയിം ഡീറ്റെയിൽസുകൾ തന്നെ ഇതിലേക്ക് ഉറപ്പ് വരുത്തുക. നമ്മൾ അത് തന്നെയാണോ കൊടുക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇവിടെ നമുക്ക് മദർ ഓഫ് പാരൻറ്റിൻ്റെ 2ആളുടെയും അത് മദറിൻ്റെയും ഫാദറിൻ്റെയും 2ആളുടെ നെയിം, അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2ആളുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ ഈ ഗാർഡിയൻ കോൺടാക്ട് നമ്പർ ഉണ്ട്, അത് നിങ്ങളുടെ പാരൻസിൻ്റെ കോൺടാക്ട് നമ്പർ തന്നെ കൊടുക്കുക. ഇവിടെ നാഷണാലിറ്റി ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ തന്നെ കൊടുക്കുക. വിദേശത്താണ് നിങ്ങളുടെ നാഷണാലിറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഏതാണ് രാജ്യം അത് തന്നെ കൊടുക്കുക. ദെൻ നമ്മളെ കാറ്റഗറി, ഇവിടെയാണ് നമ്മൾ കാറ്റഗറി അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സുകൾ നമ്പേഴ്സുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ OBC ആണെന്നുണ്ടെങ്കിൽ OBC കൊടുത്തതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഇപ്പോൾ ഇവിടുന്നാണ് നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് പ്രസൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ആ കാറ്റഗറി സർട്ടിഫിക്കറ്റിലുള്ള ഒരു നമ്പർ ഉണ്ടാവും, ഒരു നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്പർ. ആ നമ്പർ ഇവിടെ കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ ഏത് അതോറിറ്റിയാണ് നമുക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. നമ്മൾ അത് ആ സർട്ടിഫിക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും നെയിം ഓഫ് ദി അതോറിറ്റീൻ്റെ. അപ്പോൾ ആ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഐഡൻറ്റിറ്റി ടൈപ്പ് ഇതൊക്കെ ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ട് തന്നെ വരും. നമ്മൾ മുമ്പ് രജിസ്ട്രേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ട് തന്നെ വരും. വീണ്ടും ഇവിടെ ആനുവൽ ഇൻകം ഓഫ് ദി പാരൻ്റ് ഓർ ഗാർഡിയൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണോ നിങ്ങൾക്ക് സ്കെയിൽ, ആ സ്കെയിലിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം, 2 ലക്ഷം 2 ലക്ഷം, 3 ലക്ഷം ആണെങ്കിൽ 3 ലക്ഷം, ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്കിവിടെ ക്യാപ്ച അടിക്കാനാണ് വരിക. ഈ ക്യാപ്ച അടിച്ചതിന് ശേഷം നിങ്ങൾ ഐ അഗ്രി കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ടു
ടു സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക. നമുക്ക് ഈ ക്യാപ്ച അതുപോലെ തന്നെ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. ഏതാണ്? നമ്മൾ അതർ കോട്ട കാറ്റഗറിയിലേക്ക് പോകും. ഇതിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും അതർ കാറ്റഗറി കോട്ടയിൽ നമുക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുണ്ടാവും. നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ടാവുക നമ്മൾ ബിലോ പ്രോപ്പർ ബി പി എൽ ആണോ എ പി എൽ ആണോ എന്നുള്ളതാണ്. ബി പി എൽ ആണെന്നുണ്ടെങ്കിൽ ബി പി എൽ ആയിട്ട് യെസ് കൊടുക്കാം. അതുപോലെ തന്നെ നോ ആണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. നമ്മൾ ഇതിൽ റെസ്പെക്റ്റീവ് ഏതെങ്കിലും കാറ്റഗറി യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റോ അതിന് സർട്ടിഫിക്കറ്റ് നമ്പറോ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതിൽ യെസ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഇതിൽ കാശ്മീരി മൈഗ്രൻ്റ് ആണോ നോക്കും, അതല്ലെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ MCCയിൽ കൊടുക്കുക, എന്തെങ്കിലും ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ എന്തെങ്കിലും ഭാഗമായിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യെസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിന് നിങ്ങൾ ഏതെങ്കിലും ലെവലിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ കൊടുക്കുക. അതിന് ഭാഗമായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ച അടിച്ചതിന് ശേഷം ഈ ഐ എഗ്രി കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ്. ഇവിടെയാണ് നമുക്ക് വേണ്ട എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് നമ്മൾ ടെസ്റ്റ് കോഡുകൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ എക്സാംസിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് നമ്പർ നമ്മുടെ ഇപ്പോൾ സൈക്കോളജിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ HUQ-P20 സൈക്കോളജി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സും കൂടി കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ ജപ്പാനീസ് എടുക്കുകയാണ്, ആ ജപ്പാനീസും കൂടി കൊടുക്കുക. നമുക്ക് ഒന്നിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കോഴ്സുകൾ ഇവിടുന്ന് കറക്റ്റ് ടിക്ക് ചെയ്ത് പോവുക. നമ്മൾ രണ്ടെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസ് പേയ്മെൻറ്റ്സുകൾ നമ്മൾ റെസ്പെക്റ്റീവ് ഫീസ് പേയ്മെൻറ്റ്സുകൾ വന്നിട്ടുണ്ട്, അതേ പേയ്മെൻറ്റ്സുകളാണ് വരിക. അത് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. അഥവാ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസ് പേയ്മെൻറ്റ് ഓപ്ഷൻസുകളിലേക്കാണ് നമുക്ക് എന്ത് വരിക, നമ്മുടെ ഫൈനൽ ഫീ പേയ്മെൻറ്റ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതാണ് കറക്റ്റ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരൊറ്റ കോഴ്സ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ സൈക്കോളജി മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ സെൻറ്റേഴ്സിൽ സെലക്ട് ചെയ്യുക. ഏതാണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റർ. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് കേരളയാണ്, കേരള കൊടുക്കുക. കേരളത്തിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ. നിങ്ങൾ സപ്പോസ് ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്, മാർച്ചിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിലൊക്കെ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി കണ്ണൂർ വന്നിട്ടാണ് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ മാർച്ചിൽ കണ്ണൂരാണ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൂർ കൊടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോം ടൗൺ, നിങ്ങൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ ഹോം ടൗണിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് 4 സെൻറ്റേഴ്സ് ഓപ്ഷൻസുകളാണ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക. അതിലൊന്ന് എപ്പോഴും നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഡിസ്ട്രിക്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. തിരുവനന്തപുരത്താണ് നിങ്ങളിപ്പോൾ കറൻ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളുടെ വീടുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കൊടുക്കുക. അങ്ങനെ നമ്മൾ തൊട്ട് പിന്നെ കൊല്ലം കൊടുക്കാം, കോട്ടയം കൊടുക്കാം. നിങ്ങൾ തൊട്ടടുത്ത് ഏതൊക്കെയാണോ ഡിസ്ട്രിക്റ്റ് ഉള്ളത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കോഴിക്കോടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസിൽ കോഴിക്കോട് കൊടുക്കാം, സെക്കൻഡ് പ്രിഫറൻസ് മലപ്പുറം കൊടുക്കാം, തേർഡ് പ്രിഫറൻസുകൾ വയനാട് കൊടുക്കാം, ഫോർത്ത് ആണെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ വയനാടോ അല്ലെങ്കിൽ കണ്ണൂരോ അല്ലെങ്കിൽ കാസർഗോഡോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ കൊടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് പ്രിഫറൻസുകളൊക്കെ ആ ഒരു മാക്സിമം നിങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ സെൻറ്ററുകൾ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പ്രിഫറൻസുകളില്ലാതെ മിക്സ്ഡ് ആയിട്ടും സെൻറ്റേഴ്സുകൾ വരാറുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ 4 സെൻറ്റേഴ്സുകൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫാദേഴ്സിൻ്റെ ഒക്യുപ്പേഷനും അതുപോലെ തന്നെ മദേഴ്സിൻ്റെ ഒക്യുപ്പേഷനും ഡീറ്റെയിൽസുകളും ചോദിക്കുന്നുണ്ട്. ഫാദേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കും, അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ. ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പാരൻസുകൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള രൂപത്തിൽ കൊടുത്താലും മതിയാവും. അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മാക്സിമം ഇൻഫോർമേഷൻസുകളും കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാരൻസിൻ്റെയൊക്കെ കറക്റ്റ് എന്താണ്, ഇപ്പോൾ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് കൊടുക്കാം, +2 ആണെന്നുണ്ടെങ്കിൽ +2ൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കാം, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സുകളൊക്കെയാണ് അവർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നുള്ള രൂപത്തിൽ കൊടുത്താലും മതി. ഇവിടെ ഏതാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അതിന് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം
സെയിം ആസ് മദറിൻ്റെ ഉണ്ട്. ഈ 2 ഇൻഫോർമേഷൻസിൽ കൊടുത്തതിന് ശേഷം വീണ്ടും ക്യാപ്ച അടിക്കുക, ഐ അഗ്രി, സേവ് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമ്മൾ നേരെ നമ്മൾ ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽസുകളിലേക്ക് പോകും. ഇവിടെ നമ്മൾ നേരത്തെ ഒരു പേപ്പർ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ വന്നിരിക്കുന്നത്. 2 പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 പേപ്പറിൻ്റെ ഡീറ്റെയിൽസുകൾ വരും. അത് വീണ്ടും ആക്യുറേറ്റ് ആണോ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസുകൾ ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അവർ വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ വീണ്ടും ക്യാപ്ച കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു അഗ്രി അടിച്ചതിന് ശേഷം വീണ്ടും നമ്മളെടുത്ത് ഒരു അഗ്രിയും കൂടി ചോദിക്കുന്നുണ്ട്. അതിൽ ഇൻഫോർമേഷൻസുകളൊക്കെ അത്ര ഉറപ്പുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് അടുത്തൊരു പേജിലേക്ക് വരാം, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസുകളിലേക്കാണ്. ഇവിടെ നമുക്ക് നമ്മുടെ 10th മാർക്സ്, 12th മാർക്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഡിഗ്രി നിങ്ങൾ അപ്പിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കാം, പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 10th ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക CGP ആണ്. 10th കേരള ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ CGP ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. CGPയിലേക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ഓരോ ഗ്രേഡ്, ഞാൻ ജസ്റ്റ് ഒരു ഇതിൻ്റെ സ്ലൈഡ്സുകൾ കാണിച്ചു തരാം. നമുക്കിപ്പോൾ A+ ആണെന്നുണ്ടെങ്കിൽ 9 കൊടുക്കുക, ഏതാണെന്നുണ്ടെങ്കിൽ 8 കൊടുക്കുക, അതുപോലെ തന്നെ B+ ആണെന്നുണ്ടെങ്കിൽ 7. ഇപ്പോൾ സപ്പോസ് നമുക്ക് 10th 10 A+ ആണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ CGP കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 × 10 = 90 ആണ് നമ്മുടെ TGP എന്ന് പറയും, അതുപോലെ ടോട്ടൽ ഗ്രേസ് പോയിൻറ്റ്. അതിനുശേഷം നമ്മൾ CGPയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 കൊടുത്തതിന് ശേഷം 9 കിട്ടും. 9 കിട്ടിയതിന് ശേഷം അതിനെ 1.11 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ CGP കിട്ടും. ഇവിടെ ഏകദേശം 99.99 ആണ് വരിക. അതാണ് നമ്മുടെ CGP. ഇവിടെ നമ്മൾ CGP കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് മാക്സിമം 10 കൊടുക്കുക. 10 കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഒബ്റ്റെയിൻ ആയിട്ടുള്ള CGP അത് എത്രയാണെന്നുള്ളത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ പെർസെൻറ്റേജ്, ഇപ്പോൾ CGP എത്രയാണോ അത് ഇൻറ്റു 100 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെർസെൻറ്റേജ് വരും. ഇപ്പോൾ 99.5 ആണെന്നുണ്ടെങ്കിൽ 95 ആണ് നമ്മുടെ പെർസെൻറ്റേജ് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്സിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് നിങ്ങൾ CGP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.5 0.2 അങ്ങനെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നീട് എന്തായാലും യൂണിവേഴ്സിറ്റിയിലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് സർട്ടിഫിക്കറ്റ്സോടെ തന്നെയായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീഡിങ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്ത് അത് വെച്ചിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മാർക്സിൽ ഡ്രാമാറ്റിക്കൽ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുത്താതിരിക്കുക. മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. കാരണം എന്തായാലും നമ്മൾ പിന്നീട് സർട്ടിഫിക്കറ്റ്സുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ സമയത്ത്. ദെൻ നമുക്ക് 10th കേസിലാകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഔട്ട് ഓഫ് 12,000 നമുക്ക് 1200 നമ്മുടെ മാർക്സുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എത്രയാണ് നമുക്ക് മാർക്ക് കിട്ടിയെന്നുള്ളത് കാണാം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ആൻഡ് അഡ്രസ്സ്. നമ്മൾ 10th പഠിച്ചിരിക്കുന്ന സ്കൂൾ ഏതാണ്, സ്കൂളിൻ്റെ അഡ്രസ്സും അത് രണ്ടുമാണ് ചോദിക്കുന്നത്. അതുപോലെ നമ്മുടെ റോൾ നമ്പർ, കൃത്യമായിട്ട് നമ്മുടെ റോൾ നമ്പർ തന്നെ കൊടുക്കുക. നമ്മുടെ എന്താണോ 10th നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്പർ, അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഈ നമ്പറൊക്കെ എപ്പോഴും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതിൽ രജിസ്ട്രേഷൻ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ പിൻകോഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് കൂടെ പിൻകോഡും വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതിൽ കൊടുക്കുക. ദെൻ നമുക്ക് അടുത്ത 12th ഡേയ്സിലും നമുക്ക് നമുക്ക് ഈ സെയിം ആസ് ഡീറ്റെയിൽസ് തന്നെയാണ് വേണ്ടത്. നമ്മൾ ഏതാണ് ബോർഡ്, ആ ബോർഡ് തന്നെ കറക്റ്റ് കേരള ബോർഡാണെങ്കിൽ കേരള ബോർഡ് കൊടുക്കുക, CBSE ആണെങ്കിൽ CBSEൻ്റെ ബോർഡ് കൊടുക്കുക, ഇയർ ഓഫ് പാസിങ് ഏതാണെന്നുള്ള കൃത്യമായിട്ട് ഡീറ്റെയിൽസിൽ കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ CGP അല്ല പെർസെൻറ്റേജ് ആണ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ 1200 എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് ഡയറക്റ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ജനറേറ്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ ഡിഗ്രിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ടാവും, അപ്പിയറിംഗ് പാസ്റ്റ്. അപ്പോൾ അപ്പിയറിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇയർ ഓഫ് പാസിങ് 2025 കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ കോഴ്സ്, ആ കോഴ്സിൻ്റെ കറക്റ്റ് സെലക്ട് ചെയ്യുക, യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം, അതുപോലെ ഡീറ്റെയിൽസ്, റോൾ നമ്പർ. അഥവാ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പിയറിംഗ് കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, റിസൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്റ് കൊടുക്കുക, റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ക്യാപ്ച അടിച്ചതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകും. നമ്മൾ
ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട 3 ഡോക്യുമെൻറ്റ്സുകളാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഫോട്ടോ, അതുപോലെ തന്നെ നമുക്ക് സിഗ്നേച്ചർ. ഫോട്ടോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഡീറ്റെയിൽസ്, എത്രയാണ് സൈസ് പറ്റുകയെന്നുള്ളത്. ഫോട്ടോൻ്റെ സൈസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഫോമാറ്റ് JPG JPEG ആണ്. ഇതിൽ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 200 KB ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 200 KB തന്നെ നിങ്ങളുടെ സൈസാക്കി തരാൻ പറയാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺവേർട്ടേഴ്സുകൾ JPG സൈസ് റെഡ്യൂസർ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഗൂഗിളിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓൺലൈൻ കൺവേർട്ടറുകൾ അവൈലബിൾ ആണ്. അതിൽ വെച്ചിട്ട് നിങ്ങൾ സൈസ് റെഡ്യൂസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സൈനിലും ഇതുപോലെ നിങ്ങളുടെ വെള്ള പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക. അതും ചിലപ്പോൾ സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് വലിയ സൈസ് വരും. ഇതും സൈസ് റെഡ്യൂസറുകൾ ഉപയോഗിച്ചിട്ട് സൈസ് കുറക്കുക. ഇവിടെ ആകെ നമുക്ക് മാക്സിമം 30 KB മാത്രമേ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൈസ് ഉള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ സൈസിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക, സൈനും അപ്ലോഡ് ചെയ്യാൻ. ദെൻ നമ്മൾ ഓൾറെഡി OBC ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന അതേ സർട്ടിഫിക്കറ്റ് നമ്പറോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റ് തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അഥവാ മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവും. നിങ്ങൾ ജനറൽ ആണ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസുകൾ ഉണ്ടാവില്ല. സോ നിങ്ങൾ ജനറൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. നേരെ നിങ്ങൾക്ക് ഫോട്ടോ സൈനും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ്സ് ഓപ്ഷൻസുകൾ വരും. പേയ്മെൻറ്റ്സ് ഓപ്ഷൻസുകൾക്ക് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ അതെങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ കൃത്യമായിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ സൈന്, അതുപോലെ തന്നെ നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ലേറ്റസ്റ്റ് കൊടുക്കുക. ഞാനിവിടെ 3 സാമ്പിളായിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഡോക്യുമെൻറ്റ്സുകൾ കാറ്റഗറി സർട്ടിഫിക്കറ്റിനാണോ എന്നുള്ളത് ഒന്നുകൂടി വ്യൂ ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും അവരെല്ലാ ഡീറ്റെയിൽസും ചോദിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കോൺടാക്ട് നമ്പർ അതുപോലെ നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഒരു വെരിഫൈ മൊബൈൽ നമ്പർ വരും. നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ OTP അല്ല ക്യാപ്ച കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഒന്നുകൂടി നമ്മുടെ ഒരു OTP വരാനുണ്ടാവും. ആ OTP ഇവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മൊബൈൽ OTP. അപ്പോൾ ആ നമ്പർ തന്നെ OTP വന്നതിന് ശേഷം ആ OTPയും കൂടി എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു പേജിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. അതെല്ലാം എന്തെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ നിന്ന് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ വെരിഫൈ ചെയ്തിട്ട് കാണാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അതർ കോട്ട കാറ്റഗറി ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് അപ്ലോഡേഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ഡീറ്റെയിൽസുകളും ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പ് വരുത്തുകയാണ്. ആ ഉറപ്പ് വരുത്തിയതിന് ശേഷം എല്ലാം ഡീറ്റെയിൽസുകൾ ശരിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, എഗ്രി കൊടുക്കുക. ഈ എഗ്രി കൊടുത്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു ആപ്ലിക്കേഷൻ സ്പിൻ സബ്മിറ്റ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസുകളാണ് ഉള്ളത്. പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നുകൂടി ഡീറ്റെയിൽസുകൾ വരും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ എമൗണ്ട്. ഇപ്പോൾ നമ്മൾ ജനറലാണെങ്കിൽ ഇവിടെ 1400 ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ റെസ്പെക്റ്റീവ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടായിരിക്കും പേയ്മെൻറ്റ്സ് ഉണ്ടാവുക. ഈ പേയ്മെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 3-4 ഓപ്ഷൻസുകളുണ്ടാവും. ഇതിൽ കാനറ, HDFC, അതുപോലെ തന്നെ IDBI, അതുപോലെ തന്നെ SBI, ePay. ഇത് നമുക്ക് 4 ഓപ്ഷൻസുകൾ അവർ തരാണ്. ഇത് നമ്മുടെ ബാങ്ക് ഏതാണോ എന്നുള്ളതല്ല, നമ്മൾ അവരുടെ ഏത് ചാനലിലാണ് നമുക്ക് പേയ്മെൻറ്റ്സുകൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് സ്റ്റക്കായി കഴിഞ്ഞാൽ, നമ്മുടെ പേയ്മെൻറ്റ്സുകൾ എന്തെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്പെക്റ്റീവ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസുകൾ, അവർ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസുകൾ, അവരുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ട്. അവർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺടാക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഏത് ബാങ്കാണ് നമ്മളെന്നല്ല, നമുക്കിതിൽ ഏത് സെലക്ട് ചെയ്താലും നമുക്ക് ഏതിലും പേ ചെയ്യാം. ഞാനിവിടെ HDFC സെലക്ട് ചെയ്യാണ്. HDFC സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റ് ഓപ്ഷൻസുകളിലേക്ക് പോകും. ഇവിടെ 1200 നമ്മുടെ കാർഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുക്കുക. UPI ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് UPI എടുത്തതിന് ശേഷം നമ്മുടെ ജനറേറ്റ് QR കോഡ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതാണോ നമ്മുടെ UPI ഉപയോഗിക്കുന്നത് അത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ
പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഓട്ടോ ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് വരും. നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റാസുകളെല്ലാം ഫേക്ക് ഡാറ്റകളാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിഫ്രഷ് ബട്ടണോ കാര്യങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും. എന്നിട്ട് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും. ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ CUET ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെയാണ് നമ്മുടെ CUET ആപ്ലിക്കേഷൻ പ്രോസസ്സ് പോകേണ്ടത്. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ CUET ഡേറ്റ്സുകൾ, നമ്മുടെ എക്സാം ഡേറ്റുകൾ ഇവിടെ അടുത്ത് തുടങ്ങി. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 1 തീയതി വരെയാണുള്ളത്. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അവസാന ഡേയ്സിലേക്ക് ഒരു കാരണവശാലും മാറ്റി വെക്കരുത്, കാരണം അവസാനത്തേക്ക് ആക്കി കഴിഞ്ഞാൽ പല പ്രാവശ്യവും നടക്കുന്നതാണ്, നമ്മുടെ സൈറ്റ്സുകൾ ഹാങ് ആവും. കാരണം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്ന ഒരൊറ്റ ഈ സൈറ്റിലൂടെയാണ്. CUET PG പഠിക്കുന്ന എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യുന്നത് ഈ ഒരൊറ്റ വെബ്സൈറ്റിലൂടെയാണ്. അപ്പോൾ നമ്മുടെ സൈറ്റ്സുകൾ ഹാങ് ആവാനും നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്റ്റേജസിൽ നമ്മൾ സ്റ്റക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.